ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്നും നമ്മൾ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ് ചെയ്യുന്നത്. ജൂലൈയിൽ നൽകാൻ പോകുന്ന LD ക്ലർക്കിന് വേണ്ടിയും ഗാദി ബോർഡ് LDCക്ക് വേണ്ടിയും 3 ദിവസം മുമ്പിട്ട ഒരു മോക്ക് ടെസ്റ്റിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രൗൺ ആൻഡ് റൂട്ട്സ് 79 മാർക്കാണ് കിട്ടിയത്. വെരി ഗുഡ്, നല്ല സ്കോറാണ്. ഇനിയുള്ള എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്രൗൺ ആൻഡ് റൂട്ട്സ് എന്നാണ് അതിനകത്ത് വന്നിരിക്കുന്ന പേര്. 79 മാർക്കാണ്. വെരി ഗുഡ്. അടുത്തത് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 100 മാർക്കിന്റെ ഫുൾ മോക്കാണ്. 1.5 മണിക്കൂർ 90 മിനിറ്റ് സെറ്റ് ചെയ്ത് തന്നെ എക്സാം ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് താഴെ കമന്റ് ചെയ്യുക, അത് പറയുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം ഏത്? കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ ബി 3, 1, 4, 2. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവം ട്രോട്സ്കി, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം തോമസ് പെയിൻ, റഷ്യൻ വിപ്ലവം സൈമൺ ബൊളീവർ. ഉത്തരം ഓപ്ഷൻ എ. 1857 കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. 1857 കലാപം ആരംഭിച്ചത് ആവതിയിലാണ്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിനകത്തുണ്ടല്ലോ, ഇത് PSCയുടെ ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. PSCയുടെ ഫൈനൽ കീ വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ചെയ്യുന്നത് ആയിരിക്കും. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകൾ ആണ് ശരിയല്ലാത്തത്? അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയറ്റ്നയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഉത്തരം ഓപ്ഷൻ എ താപീയ മധ്യരേഖ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ ഡി ലിപു ലേക്ക്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സോർസൻ. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയേത്? കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈ ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് 13 സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. ഉത്തരം ഓപ്ഷൻ ബി 1966-69. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി നരസിംഹറാവു. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി, യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, രാഷ്ട്രീയപരമായ വിധേയത്വം, തൊഴിൽ വൈദഗ്ധ്യം. ഉത്തരം ഓപ്ഷൻ ഡി 1, 3. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വി ഹരിനായർ IAS. ഇന്ത്യൻ
പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, രണ്ടാം വായന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ടാകും. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, 2(1). പോസ്കോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും, 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഉത്തരം ഓപ്ഷൻ ഡി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. ഉത്തരം ഓപ്ഷൻ സി, സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, രംഗശ്രീ. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, അനുച്ഛേദം 14, നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രാഥമിക ഉപഭോക്താക്കൾ. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ്. ഉത്തരം ഓപ്ഷൻ ബി, കമൻസലിസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി, ജീൻ ബാങ്കുകൾ. ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ, ഹെപ്പാരിൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീമൻ നാരായണൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? ഉത്തരം ഓപ്ഷൻ എ, അഡ്ഹിഷൻ ബലം. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 11.2 km/s. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ ഡി, ചവണ. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യ. ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ സി, ZnO സിങ്ക് ഓക്സൈഡ്. കപട സംക്രമണ മൂലകം ഇതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, Hg മെർക്കുറി. ഈ ഗ്രാഫ് ഏതു വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ബോയിൽ നിയമം. ശക്തി ഏറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം? ഉത്തരം ഓപ്ഷൻ ബി, നിയോഡിമിയം. അയ്യൻകാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ബി, PT ഉഷ. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ സി, സുഹറ എന്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടാർന്ന്. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ഉത്തരം ഓപ്ഷൻ എ, മൈക്കലാഞ്ചലോ. റാവു കമ്പനി ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, അഖിൽ P ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വിൻഡോസ്. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയേത്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു, ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉം. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഗേറ്റ്വേ. രണ്ട് വ്യത്യസ്തങ്ങളായ
വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അന്വേഷണ പ്രക്രിയ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, വിവര അവകാശം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുമ്പോൾ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികൾ, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 51. 13/125 ദശാംശ രൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, 0.104. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ഉത്തരം ഓപ്ഷൻ സി, 11,025. ഏത് സംഖ്യയുടെ 75% 15? ഉത്തരം ഓപ്ഷൻ ഡി, 20. രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? ഉത്തരം ഓപ്ഷൻ എ, 30. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ, 6. സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവ്. ഉത്തരം ഓപ്ഷൻ ബി, വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, an+b. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്ര? ഉത്തരം ഓപ്ഷൻ സി, 105. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുമ്പ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, 800. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ഉത്തരം ഓപ്ഷൻ ബി, 24. അടുത്തത് ഇംഗ്ലീഷ് ആണ്. Each of the employees dash working hard. 61ന്റെ ഉത്തരം ബി, is. She accused me dash talking loudly. 62ന്റെ ഉത്തരം എ, of. We have been living here dash for dash 5 years. ഉത്തരം സി, 4. Sina dash tomorrow to attend the wedding. ഉത്തരം ഓപ്ഷൻ ഡി, will come. It was dash unanimous decision. ഉത്തരം ഓപ്ഷൻ എ, One who treats skin disease is known as? ഉത്തരം ഓപ്ഷൻ ഡി, dermatologist. Do you mind dash the answers? ഉത്തരം ഓപ്ഷൻ എ, writing. What is the meaning of the word dormant? ഉത്തരം ഓപ്ഷൻ ഡി, inactive. The evening was dash than the morning. ഉത്തരം ഓപ്ഷൻ ബി, hotter. Nothing will happen. ഉത്തരം ഓപ്ഷൻ എ, will eat. 71. ശരിയായ പദം ഏത്? മലയാളമാണ്. ഉത്തരം ഓപ്ഷൻ എ, അഗാധത. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, ഹൃദിസ്ഥമാക്കുക. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആജന്മം. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഹിരണം. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ശിഷ്ടൻ. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമെന്ത്? ഉത്തരം ഓപ്ഷൻ സി, പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. തീക്കനൽ എന്ന പദം പിരിച്ച് എഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ എ, തീ പ്ലസ് കനൽ. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, നായിക. ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വാണി.
താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അധ്യാപകന്മാർ. അടുത്തത് 81 അടുത്തത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയുമായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ബാർലി, പയറ് വർഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. തിബായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹോർട്ടിക്കൾച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ PC മഹലനോബിയസ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ എ 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും. ഉത്തരം ഓപ്ഷൻ ബി 2, 3. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല? സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മേൽനോട്ടം വഹിക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഉത്തരം ഓപ്ഷൻ എ 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്? ഉത്തരം ഓപ്ഷൻ സി PK തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്? ഹേബിയസ് കോർപ്പസ്, ക്വോ വാറന്റോ, സെർഷോററി. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്? രാജ്യത്തിന്റെ പ്രതിരോധം, അന്തർദേശീയ സമാധാനം, സുരക്ഷിതത്വം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, പരിസ്ഥിതി സംരക്ഷണം. ഉത്തരം ഓപ്ഷൻ ഡി 2, 4. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി? ഉത്തരം ഓപ്ഷൻ ബി 44. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 5. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം? ഉത്തരം ഓപ്ഷൻ ബി 2022-27. താഴെ കൊടുത്തിരിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്? താലോലം, സ്നേഹപൂർവം, ശ്രുതിതരംഗം, കുടുംബശ്രീ. ഉത്തരം ഓപ്ഷൻ ഡി 4. 100 ക്വസ്റ്റ്യൻസ് ആണ് സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള. 90 മിനിറ്റ് സെറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ മാർക്ക് താഴെ കമന്റ് ചെയ്യുക. ഏത് മേഖലയിലാണ് നിങ്ങൾ വീക്കായി പോകുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.